അപ്പോൾ ജീവിതത്തിന്റെ കഠിന വേദനകളിൽ നന്മ ചെയ്തിട്ടും നിന്റെ ജീവിതത്തിൽ സങ്കടങ്ങളും ഭാരങ്ങളും കടന്നു വരുമ്പോൾ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നിനക്ക് ഉത്തരമരുളും. സ്വർഗത്തിലെ ദൈവം നിനക്ക് ഉത്തരമരുളും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോമ്പുകാലത്തിന്റെ ധ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. കർത്താവ് നോമ്പുകാലത്ത് നമ്മളെയൊക്കെ ഒരുപാട് അനുഗ്രഹിക്കുന്ന, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈശോ ഒരുപാട് കൃപകൾ ചൊരിയുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കൃപകൾ ചൊരിയുന്നത് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുക പ്രഭാഷകന്റെ പുസ്തകത്തില് 48 അധ്യായമാണ്. 48 അധ്യായം. പ്രഭാഷകൻ 48 അധ്യായത്തില് 4 ദൈവപ്രീതി സമ്പാദിച്ച വ്യക്തികളെ കുറിച്ച് വചനം പങ്കുവയ്ക്കുകയാണ്. 1 ഏലിയ പ്രവാചകനാണ്, 2 എലീശ, 3 ഹെസക്കിയ, 4 യെശയ്യാ. പ്രിയപ്പെട്ടവരെ, ഏലിയ പ്രവാചകനെ കുറിച്ച് 48 അധ്യായത്തില് പ്രഭാഷകൻ വിചിന്തനത്തിനായി നമുക്ക് തരുമ്പോൾ ഒന്നാമത്തെ വചനം ഇങ്ങനെയാണ്: അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു, അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം തെരഞ്ഞെടുക്കുന്ന വ്യക്തികളുടെ ജീവിതത്തില് അവരുടെ ജീവിതത്തിലൂടെ ദൈവം അനേക കാര്യങ്ങൾ ചെയ്യുകയാണ്. ഈശോ തെരഞ്ഞെടുത്തവരാണ് ഞാനും നിങ്ങളും ഒക്കെ. നമ്മുടെ ജീവിതം ദൈവം തെരഞ്ഞെടുത്തതാണ്, അതിന് സംശയമില്ല, അതിന് മാറ്റങ്ങളില്ല. കർത്താവ് തെരഞ്ഞെടുത്ത ഈ ജീവിതത്തില്, ദൈവം ഏറ്റെടുത്ത ഈ ജീവിതത്തില്, പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഈ പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. എന്നിട്ട് അദ്ദേഹം ചെയ്ത ഓരോ കാര്യങ്ങളും പറയുകയാണ്. കർത്താവിന്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു. എലിയ പ്രവാചകൻ ചെയ്ത വൻ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ദൈവം നിയോഗിച്ച് തെരഞ്ഞെടുത്ത വ്യക്തി ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നവനാണ്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ, അങ്ങ് തെരഞ്ഞെടുത്തവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവവേലകൾ ചെയ്യാനുള്ള കൃപ തരണമേ എന്ന്. ഒത്തിരി കുറവുകളും ഭാരങ്ങളും ഒക്കെയുണ്ട്. നമുക്കറിയാൻ പറ്റും, നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കും തോറും ദൈവം തന്റെ വേലകൾ ചെയ്യാൻ നമ്മളെ നിയോഗിക്കും. കർത്താവിന് യഥേഷ്ടം സഞ്ചരിക്കാവുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറണം. നമ്മളൊക്കെ പഠിച്ചിട്ട് നമ്മൾ അറിയാം, വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സക്രാരിയാണെന്നാണ് പറയുന്നത്. അത്രമാത്രം ഈശോയെ സ്വീകരിച്ച് ഈശോയെ കൊണ്ടു നടക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ നോമ്പുകാലത്ത് എല്ലാവരും തന്നെ കുർബാനയിൽ സാധിക്കുന്നത്ര പങ്കെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ വാക്കുകളിലൂടെ ദൈവ പ്രവൃത്തികളാണ് ശരിക്കും നടക്കപ്പെടേണ്ടത്. അപ്പൊ നമുക്ക് ഒന്ന് ആഗ്രഹിക്കണം, ഈശോയെ, ഒന്നാമതായിട്ട് എലിയ പ്രവാചകന്റെ ജീവിതത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അദ്ദേഹം ഒത്തിരി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് പറയാതെ മുഴുവനായിട്ട് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്കത് വായിക്കാം. വചനം എങ്ങനെയാണ്? 11 വചനം എലിയ പ്രവാചകനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം: നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ അവർ ജീവിക്കും. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ അവർ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു വലിയ കൃപയാണ് നമ്മുടെ ജീവിതത്തിലൂടെ ഉണ്ടാവേണ്ടത്. അതായത് ഏലിയ പ്രവാചകനെ കണ്ടു, ഏലിയ പ്രവാചകനിലൂടെ അദ്ദേഹത്തിന്റെ സ്നേഹത്തിനും പാത്രമായ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. കർത്താവ് അബ്രാഹത്തെ വിളിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12 അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ പേര് ഞാൻ മഹത്വമാകും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായി മാറുമെന്നാണ് പറയുക. അപ്പം എലിയ പ്രവാചകന്റെ ജീവിതത്തില് വലിയ അനുഗ്രഹങ്ങളാണ് അദ്ദേഹത്തെ കണ്ടവരൊക്കെ കിട്ടിയതെന്നാണ്. അദ്ദേഹത്തെ സ്നേഹത്തിന്റെ പാത്രീഭൂതരായവര് നമുക്കൊക്കെ അനുഗ്രഹമായി മാറാനുള്ളവരാണ്. നമ്മളൊന്ന് ചിന്തിച്ച്, നമ്മുടെ ഈ ജീവിതത്തിൽ ഒരു പക്ഷേ 40 ആകാം, 50 ആകാം, 60 ആകാം, ചിലപ്പോൾ 20 ആയിരിക്കാം, 21 ആയിരിക്കാം. എന്റെ ഈ ജീവിതത്തിൽ ഞാൻ ആർക്കൊക്കെ അനുഗ്രഹമായി മാറിയിട്ടുണ്ട്,
അനുഗ്രഹമാകാൻ വിളിക്കപ്പെട്ടവരാണ്. ചിലപ്പോ നമ്മളെ ഓർത്ത് ആരെങ്കിലും മനസ്സ് നീറുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതം അനുഗ്രഹമായി മറ്റുള്ളവർക്ക് തോന്നുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്താണ് അതിന്റെ പ്രശ്നം? നിങ്ങൾ ഇപ്പൊ കുടുംബജീവിതം നയിക്കുന്നവരൊക്കെ ഉണ്ട്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങൾ ഒരു അനുഗ്രഹമാണോ അതോ വേദന കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ? വചനം കേൾക്കുമ്പോൾ നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ ഈശോ വിളിച്ചിരിക്കുമ്പോൾ അനുഗ്രഹമാകാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നമ്മള്. ഏലിയ പ്രവാചകന്റെ ജീവിതം ദൈവം ഉപയോഗിച്ചു, ദൈവവേലകൾ ചെയ്തു. കർത്താവ് അദ്ദേഹത്തെ കണ്ടവരും അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ പാത്രീഭൂതരായവരും എല്ലാം അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ് വചനത്തിൽ പറഞ്ഞു വയ്ക്കുക. എലീശായെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ് 12-ാമത്തെ വചനം. ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തു. എലീശായിൽ അവന്റെ ചൈതന്യം നിറഞ്ഞു. ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വിറച്ചു. ആരും അവനെ കീഴടക്കിയില്ല. എന്നിട്ട് വചനം പറയാണ്, ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യരായ എനിക്ക് നിങ്ങൾക്കൊക്കെ ഒത്തിരി ബലഹീനതകളുണ്ട്, ഒത്തിരി അസാധ്യതകളുള്ളവരാണ്. നമുക്കത് സത്യമായി അറിയാം. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ നമ്മൾ ഇത്രമാത്രം അഹങ്കരിച്ച് നടന്നാലും നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ ഒരുപാട് അസാധ്യതകളുണ്ട്. എനിക്ക് നിങ്ങൾക്കും ഒക്കെ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി മേഖലകളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് എന്തുമാത്രം അസാധ്യതകളാണ്. നമ്മൾ വളരെ തീരെ ചെറിയവരാണ്. എന്നാൽ ഏലിയായുടെ ചൈതന്യം എലീശായിലേക്ക് വന്ന വചനം എഴുതി വെച്ചിരിക്കുകയാണ്, ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒന്നും അവന് അസാധ്യമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ എല്ലാം സാധ്യമാക്കുന്നത് ആരാ? ദൈവം. അപ്പോ ദൈവം അവനിൽ നിറഞ്ഞപ്പം അവനൊന്നും ദുസ്സാധ്യമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ എലീശായെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ദുസ്സാധ്യമാക്കാത്ത, ഒന്നും അസാധ്യമാകാത്ത ഒരു ദൈവികമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു ദൈവിക ചൈതന്യം നമുക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ രണ്ടുപേരെയാണ് കണ്ടത്, ഏലിയ പ്രവാചകനെയും ഏലിയ പ്രവാചകനെ ധ്യാനിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കണം, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറാൻ നമുക്ക് പറ്റുന്നുണ്ടോ? എലീശ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ വലിയ ദൈവിക ചൈതന്യം ലഭിച്ച വ്യക്തിയാണ് എലീശ പ്രവാചകൻ. പ്രിയപ്പെട്ടവരെ, ഒന്നും ദുസ്സാധ്യമായിരുന്നില്ല. ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ, ഒന്നും ദുസ്സാധ്യമാകാത്ത വലിയ ദൈവിക ചൈതന്യം എന്റെ ജീവിതത്തിൽ നിറയ്ക്കണം. വിശുദ്ധി നിനക്ക് സാധ്യമാകണം, ക്ഷമ നിനക്ക് സാധ്യമാകണം, എളിമപ്പെടാൻ നിനക്ക് സാധ്യമാകണം. നമുക്ക് ഈശോയോട് കൃപ ചോദിച്ചു മേടിക്കണം. എല്ലാം തരാനാണ് കുരിശിൽ അവൻ ഇല്ലായ്മയായി തീർന്നത്, എനിക്കെല്ലാം ഉണ്ടാകാനാണ്. അങ്ങനെയെങ്കിൽ ആ ഒരു കൃപ ഈശോ നമുക്ക് തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. പിന്നീട് നമ്മൾ അടുത്ത വചനത്തിൽ കാണുക ഹെസക്കിയായെ കുറിച്ചാണ്. ഹെസക്കിയയെ കുറിച്ച് വചനം പറയാം, രാജാവാണ്. ഹെസക്കിയ രാജാവിനെ കുറിച്ച് പറയുകയാണ്, ഹെസക്കിയ തന്റെ നഗരം മതിൽ കെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തു. അവൻ ഇരുമ്പ് കൊണ്ട് പാറ തുറന്നു, കുളങ്ങൾ കുഴിച്ചു. എന്നിട്ട് വചനം പറയാണ്, ഈ ഹെസക്കിയയെ കുറിച്ച് നമുക്ക് പഠിക്കാനും ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെയാണ്. 19-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ്, ഈറ്റുനോവെടുത്ത സ്ത്രീയെ പോലെ അവൻ കഠിനമായ വ്യഥ അനുഭവിച്ചു. വലിയ ദുഃഖമുണ്ടായി ഹെസക്കിയയ്ക്ക്, വലിയ രോഗമുണ്ടായി ഹെസക്കിയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ പറ്റും, ഹെസക്കിയയുടെ രോഗാവസ്ഥയെ കുറിച്ച്. അവൻ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തൽക്ഷണം ശ്രവിക്കുകയും യെശയ്യാ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ കൈകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പരിശുദ്ധനായ ദൈവം സ്വർഗത്തിൽ നിന്ന് തൽക്ഷണം അവന് ഉത്തരമരുളുന്നതുമാണ് നമ്മളിവിടെ കാണുക. അപ്പോൾ ജീവിതത്തിന്റെ കഠിന വേദനകളിൽ നന്മ ചെയ്തിട്ടും നിന്റെ ജീവിതത്തിൽ സങ്കടങ്ങളും ഭാരങ്ങളും കടന്നു വരുമ്പോൾ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നിനക്ക് ഉത്തരമരുളും, സ്വർഗത്തിലെ ദൈവം നിനക്ക് ഉത്തരമരുളും. എന്നിട്ട് വചനം പറയുകയാണ്, ഹെസക്കിയ ദൈവത്തിന് പ്രീതികരമായത് പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പ്രീതികരമായി പ്രവർത്തിച്ചതാണ് നമ്മൾ ഹെസക്കിയയെ കുറിച്ച് കാണുക. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ജീവിതം നമ്മൾ ധ്യാനിക്കുമ്പോൾ
നമുക്ക് ഇന്ന് വചനം പറയുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 48:19 കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുക എന്നത്. ഇനി നമ്മൾ മറ്റൊരാളെ കുറിച്ച് കൂടി ഇന്ന് ചിന്തിക്കുകയാണെന്ന് പറഞ്ഞു, യെശയ്യാ പ്രവാചകനെ കുറിച്ച്. യെശയ്യാ പ്രവാചകന്റെ വലിയ ദൈവിക ദർശനത്തെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ആത്മാവിന്റെ ശക്തിയാൽ അവൻ, 23-ാമത്തെ വചനമാണ്, ആത്മാവിന്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചുകൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കാലത്തിന്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അവൻ വെളിപ്പെടുത്തി. യെശയ്യാ പ്രവാചകന്റെ വലിയൊരു ദർശനമാണ്. അദ്ദേഹം ഈശോയെക്കുറിച്ച്, ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചൊക്കെ 53-ാം അധ്യായത്തിൽ വിവരിച്ചു വെച്ചിട്ടുണ്ട്. ആത്മാവിന്റെ വലിയ ശക്തി ഉണ്ടായിരുന്ന വ്യക്തി, പ്രവചനങ്ങൾ, ദൈവീക ദൂതുകൾ സംസാരിക്കുന്ന വ്യക്തിയാണ് യെശയ്യാ പ്രവാചകൻ. ഈ നോമ്പ് കാലത്ത് നമ്മൾ ഈ 4 പേരെ കണ്ടെത്തുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, എനിക്ക് അനേകർക്ക് അനുഗ്രഹമായി മാറാനുള്ള ഒരു കൃപ തരണേ കർത്താവേ. ഈശോയെ, നീ എന്റെ കൂടെയുണ്ടെങ്കിൽ ഒന്നും ദുസ്സാധ്യമാകാത്ത വലിയ ദൈവിക ചൈതന്യം നിറഞ്ഞ ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണേ കർത്താവേ. എന്റെ ജീവിതത്തിന്റെ എല്ലാ വേദനകളിലും നിനക്ക് പ്രീതികരമായി ജീവിച്ചുകൊണ്ട് നിന്നെ വിളിച്ചപേക്ഷിക്കാനുള്ള വലിയ കൃപ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. അവസാനമായി യെശയ്യാ പ്രവാചകനെ പോലെ ആത്മാവിന്റെ ശക്തിയിൽ ദൈവിക ദൂതുകൾ സംസാരിക്കുന്ന വ്യക്തിയാക്കി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ നോമ്പ് കാലത്ത് ഈ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ. നമുക്ക് നല്ലത് അനുവദിക്കുന്ന നമ്മുടെ ദൈവം, നമ്മളെ ഏറെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ദൈവം, കർത്താവിന്റെ പ്രിയപ്പെട്ടവരെ പോലെ ജീവിക്കാനുള്ള കൃപ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ച് നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങളെ പരിശുദ്ധിയിലേക്ക് കൈപിടിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ മക്കളും ഈശോയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിന്റെ തിരു അൾത്താരയിലേക്ക് മാത്രം നോട്ടം വയ്ക്കുക. ആരെയും ശ്രദ്ധിക്കരുത്. കർത്താവിൻ്റെ തിരുവൾത്താരയിലേക്ക് മാത്രം നോട്ടം വെച്ച് അവനെ മാത്രം നീ ഉറ്റുനോക്കുക. കർത്താവിൻ്റെ വചനം യെശയ്യാ 40:25 ആരോട് നിങ്ങൾ എന്നെ ഉപമിപ്പിക്കും? ആരാണ് എനിക്ക് സാദൃശ്യൻ? ഞാൻ പരിശുദ്ധനിൽ പരിശുദ്ധനാണ് എന്ന് സ്വർഗത്തിൻ്റെ ശക്തി, പരിശുദ്ധനായ ദൈവം നമ്മോട് അരുളി ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗത്തിന്റെ പരിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന ദിവ്യകാരുണ്യ അൾത്താരയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ മാലാഖമാർ മുഖം പൊത്തി കാലുകൾ മറച്ചു നിൽക്കുന്ന സറാബുകളുടെ മധ്യത്തിൽ ദിവ്യകാരുണ്യനാഥൻ ഇവിടെയുണ്ട്. മക്കളെ, കർത്താവേ, നിന്റെ വലിയ മഹത്വം കൊണ്ടിപ്പോൾ ഈ ആലയത്തെ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അവന്റെ പരിശുദ്ധി ആലയം മുഴുവൻ നിന്നിലും എന്നിലും എല്ലാം വന്ന് നിറയപ്പെടാൻ നീ ആഗ്രഹിക്കാൻ പോവുകയാണ്. ദൈവമക്കളെ, കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്. ഇന്ന് അവൻ്റെ പരിശുദ്ധിയെ നീ പാടി സ്തുതിക്കുമ്പോൾ ഇന്നോളം കിട്ടിയിട്ടില്ലാത്തൊരു കൃപ, സ്വർഗത്തിൻ്റെ ഒരു കൃപ, ഒരു തൊടല് ഇന്ന് നീ അനുഭവിക്കാൻ പോവുകയാണ്. ദൈവമക്കളെ, വെളിപാട് പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ വചനം ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്: ഈ 4 ജീവികൾക്കും 6 ചിറകുകൾ വീതം, ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ, രാപകൽ ഇടവിടാതെ അവ ഉദ്ഘോഷിക്കുന്നു. ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആ ജീവികൾ സിംഹാസനത്തിന് ചുറ്റും നിത്യം ജീവിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം ആ 24 ശ്രേഷ്ഠന്മാർ സിംഹാസനത്തിന്റെ മുമ്പിൽ വീണ് നിത്യം ജീവിക്കുന്നവന് സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തു: ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന്
മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. മക്കളെ, സ്വർഗത്തിൽ മാലാഖമാരും വിശുദ്ധരും എല്ലാം സ്വർഗത്തനായ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ഇതാ ഭൂമിയിലെ മർത്യരായ നമ്മൾ, അവന്റെ സൃഷ്ടികളായ നമ്മൾ അവന്റെ പരിശുദ്ധി ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവേ നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ എന്ന് ഇരു കരങ്ങളും ഉയർത്തി മക്കളെല്ലാം പറഞ്ഞ് കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, എല്ലാ തരങ്ങളും പരിശുദ്ധൻ എന്ന് മാത്രം പറയട്ടെ. ആവർത്തിച്ച് പറയട്ടെ, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗത്തിന്റെ പരിശുദ്ധി നിന്നിലേക്ക് വ്യാപരിക്കും. അശുദ്ധിയെ കുറിച്ച് ബോധ്യം കിട്ടും, പാപബോധം കിട്ടും. യേശയ്യ ദേവാലയത്തിലേക്ക് വന്നപ്പോൾ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് കേട്ടപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ ഞാൻ അശുദ്ധനാണ്, കർത്താവേ അശുദ്ധമായ നിങ്ങൾ മധ്യ വസിക്കുന്നവൻ. മക്കളെ, അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അനുതാപം കിട്ടാൻ എല്ലാ തരങ്ങളും പറയട്ടെ, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഓ കർത്താവേ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് അത്യുന്നതനാണ്, അങ്ങ് പരിശുദ്ധനാണ്. പാപികളായ ഞങ്ങൾ നിന്റെ പരിശുദ്ധി ഏറ്റുപറയുന്നപ്പാ. അനുതാപം തരണേ കർത്താവേ, അനുതാപം തരണേ കർത്താവേ. വലിയ അനുതാപം മക്കളെ, നമ്മുടെ ഹൃദയം നൊന്ത് കരയുന്ന അനുതാപം. അശുദ്ധിയെ കുറിച്ച് ബോധ്യം വേണോ? നീ ഇപ്പൊ അവന്റെ പരിശുദ്ധിയെ മഹത്വപ്പെടുത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മലാഖമാരോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. എന്റെ ദൈവമേ, ഈശോ, എന്റെ ഈശോയെ, എന്റെ ഈശോയെ, ആരാധന എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ദൈവശക്തി ആലയത്തിലെ മക്കളെ ആത്മശക്തി വ്യാപരിക്കട്ടെ. കീർത്തനങ്ങൾ കേൾക്കാൻ ഇടയാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, എല്ലാ മക്കളും ചേർന്ന് പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയാകണമേ. പരിശുദ്ധിയെ ഒരിക്കൽ കൂടി ചേർന്ന് പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയാ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ ഹല്ലേലൂയ. ഓ ദൈവമേ, ഓ സ്നേഹമേ, ഓ കാരുണ്യമേ, ആരാധന ആരാധന ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ആരാധന. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ദൈവമക്കളെ, കർത്താവെ നിന്റെ മുമ്പിൽ നിൽക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല കർത്താവെ. ഒത്തിരി കുറവുള്ള ആളാ ഞാൻ.
നിന്റെ പരിശുദ്ധിയിലേക്ക് നോക്കി ഞാൻ നിന്നെ സ്തുതിക്കുകയാ. ഞാൻ അശുദ്ധിയുള്ളവനാ, അശുദ്ധമായ അതിനുള്ള മധ്യ വസിക്കുന്നവനാ. ദൈവമക്കളെ, യെശയ്യാ പ്രവാചകൻ അങ്ങനെ പറഞ്ഞ സമയം അവന്റെ അശുദ്ധിയെ കുറിച്ച് അവൻ ഏറ്റുപറഞ്ഞപ്പോ സ്വർഗം അവന്റെ മേൽ ഒരു പ്രവൃത്തി ചെയ്തു. മാലാഖ ഒരു കൊടിലുകൊണ്ട് തീക്കനൽ എടുത്തുകൊണ്ടുവന്ന് അവന്റെ അധരത്തെ തൊട്ടിട്ട് പറഞ്ഞു, നിന്റെ അശുദ്ധി നീക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ മാലിന്യം മായ്ക്കപ്പെട്ടിരിക്കുന്നു. ദൈവമക്കളെ, ഈ ആലയത്തിൽ ആ സർവശക്തൻ സന്നിഹിതനാണ്. നീ അവനോട് പറയണം, ഞാൻ അശുദ്ധിയുള്ളവനാണ്, ഞാൻ അശുദ്ധിയുള്ളവളാണ് കർത്താവേ. അങ്ങനെ പറഞ്ഞാൽ നിന്നെ വിശുദ്ധീകരിക്കുന്ന സ്വർഗത്തിന്റെ പ്രവൃത്തി നിനക്കിപ്പോ കാണാൻ പറ്റും. വചനം പറഞ്ഞിട്ടുണ്ടല്ലോ, യേശയ്യാ പറഞ്ഞു, കർത്താവേ ഞാൻ അശുദ്ധനാണ്. അപ്പോൾ മാലാഖ തീക്കനല് കൊണ്ട് അവനെ വിശുദ്ധീകരിച്ചെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, അശുദ്ധിയുണ്ടെന്ന് നീ ഏറ്റുപറയുന്ന നിമിഷം സ്വർഗത്തിൽ നിന്ന് തിരുക്കുമാരന്റെ തിരുരക്തം കൊണ്ട് നിന്നെ കഴുകാൻ ഇതാ തിരുക്കുമാരൻ തിരുവൾത്താര വിട്ടിറങ്ങി വരാൻ പോവുകയാണ്. ആ തിരുരക്തം നിന്റെ അശുദ്ധി കഴുകിക്കളയും. കർത്താവേ, എന്നെ കഴുകട കർത്താവേ, തിരുരക്തം കൊണ്ട് എന്നെ കഴുകട കർത്താവേ, എന്റെ ചിന്തയെ കഴുകു കർത്താവേ, എന്റെ ഓർമ്മയെ കഴുകു കർത്താവേ, എന്റെ ശരീരത്തെ കഴുകു കർത്താവേ, എന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളെ കഴുകു കർത്താവേ. പ്രിയപ്പെട്ട മക്കളെ, അതരം കഴുകാൻ പ്രാർത്ഥിക്ക്, നാവിനെ കഴുകാൻ പ്രാർത്ഥിക്ക്, നിന്റെ പ്രവൃത്തികളെ കഴുകി വിശുദ്ധീകരിക്കാൻ, തിരുരക്തം കൊണ്ട് നിന്നെ വിശുദ്ധീകരിക്കാൻ, കുറവുള്ള മേഖലകളിലെല്ലാം തിരുരക്തം ഇറങ്ങി വരാൻ ആഗ്രഹിച്ച് രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ചേ. തിരുരക്തത്തിന്റെ അഭിഷേകം, തിരുരക്തത്തിന്റെ അഭിഷേകം ഓരോ കുറവുകളും തിരുരക്തം കൊണ്ട് കഴുകപ്പെടട്ടെ. അനുതാപത്തിന്റെ മേൽ തിരുരക്തത്തിന്റെ അഭിഷേകം തിരുക്കരത്താൽ താങ്ങി, തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ കർത്താവേ. തിരുരക്തത്താൽ അശുദ്ധിയെല്ലാം മാറട്ടെ, പാപമെല്ലാം നീങ്ങട്ടെ കർത്താവേ. ഞങ്ങളെല്ലാം സൗഖ്യമുള്ളവരാവട്ടെ. ഈശോയെ, ഈശോയെ, ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. പാപമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവാൽ സുഖപ്പെടട്ടെ, തിരുമുറിവാൽ സുഖപ്പെടട്ടെ. തിരുകരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുകരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. അശുദ്ധിയെല്ലാം മാറിടട്ടെ, എന്നിൽ വിശുദ്ധി എന്നിൽ നിറഞ്ഞിടട്ടെ. അശുദ്ധിയെല്ലാം മാറിടട്ടെ, വിശുദ്ധി എന്നിൽ നിറഞ്ഞിടട്ടെ. തിരുമുറിവാൽ ഞാൻ സുഖപ്പെടട്ടെ, തിരുരക്തത്താൽ ഞാൻ സുഖപ്പെടട്ടെ. തിരുകരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുകരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. സ്വരമുയർത്തി പാടാം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം എന്നിൽ ഒഴുകട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം എന്നിൽ ഒഴുകട്ടെ. കർത്താവേ,
അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ പരിശുദ്ധരായിരിക്കാൻ കർത്താവേ, കുമ്പസാരക്കുട്ടിയിലേക്ക് ഓടി വരാൻ എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കും മക്കളെ. അനേകം ദിവസങ്ങളായി മാസങ്ങളായി കുമ്പസാരിക്കാത്ത മക്കളുണ്ട്. ക്രിസ്മസിന് പോലും കുമ്പസാരിക്കാത്ത മക്കൾ ഇവിടെയുണ്ട്. ആ മക്കളൊക്കെ ഈശോയോട് പറ, അനുതാപം തരണേ കർത്താവേ, തിരുരക്തത്തിന്റെ അഭിഷേകം സ്വീകരിക്കാൻ കുമ്പസാരക്കുട്ടിലേക്കുള്ള കഴുകപ്പെടലിനായി എന്നെ ഇപ്പോൾ ഒരുക്കണം കർത്താവേ. എനിക്ക് അനുതാപം തരണേ. കരഞ്ഞു 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 പ്രാർത്ഥിച്ചേ മക്കളെ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേ. പാപമെല്ലാം മാറിടട്ടെ, ശാപമെല്ലാം നീങ്ങിടട്ടെ. പാപമെല്ലാം മാറിടട്ടെ, ശാപമെല്ലാം നീങ്ങിടട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ. തിരുകരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുകരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. കരങ്ങൾ ഉയർത്തിയടിച്ചേർന്ന് പാടാം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. സ്വരമുയർത്തി ചേർന്ന് പാടാം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. സ്വരമുയർത്തി. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം എന്നിൽ ഒഴുകട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം എന്നിൽ ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ മുമ്പിൽ ഒട്ടിമേലായിരിക്കാം. കർത്താവിനോട് ഇന്ന് നമ്മൾ ചോദിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്, അവൻ്റെ പരിശുദ്ധിയിലേക്ക് കൂടുതൽ അടുക്കാൻ, അശുദ്ധിയെല്ലാം കഴുകിക്കളയാൻ ഒരു കൃപ ചോദിക്കുന്ന ദിവസമാണിന്ന്. ദൈവമക്കളെ, കുമ്പസാരത്തിലൂടെ വലിയ കൃപ ഈശോ തരും നമുക്ക്. അനുതാപമില്ലാതെ കുമ്പസാരക്കൂടിലേക്ക് ഓടിയാൽ ഒന്നും കിട്ടില്ല. കുമ്പസാരത്തിൻ്റെ കൃപ കിട്ടാതെ വരുമ്പോഴാണ് നിനക്ക് ഗാഢമായി സ്നേഹിക്കാൻ പറ്റാതെ വരുന്നത്. തിരുരക്തത്തിൻ്റെ കഴുകപ്പെടലില്ലാതെ ഗാഢമായി സ്നേഹിക്കാൻ പറ്റില്ല മക്കളെ. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഈശോട് പറ, ഈശോയെ, നാളത്തെ എൻ്റെ കുമ്പസാരം ആഴമായൊരു കഴുകപ്പെടലിനായി എന്നെ ഒരുക്കണം ഈശോ. എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവെ, നീ തന്നെ എന്നെ ഒന്ന് ഒരുക്കണം. ഈ രാത്രി എനിക്ക് പറഞ്ഞു തരണം കർത്താവെ, ചെറുതായതും വലുതായതുമായ എൻ്റെ ഓരോ കുറവുകളും എനിക്ക് പറഞ്ഞു തരണം. നിന്റെ പരിശുദ്ധിയിലേക്ക് നടന്നെടുക്കുമ്പോൾ ദൈവ ഐക്യത്തിലേക്ക് എത്തുന്ന എനിക്ക് തടസ്സം നിൽക്കുന്ന കൊച്ചു കൊച്ചു പാപങ്ങൾ പോലും എനിക്ക് പറഞ്ഞു തരണം കർത്താവേ. എനിക്ക് വലിയൊരു വിടുതൽ തരണം കർത്താവേ. എല്ലാ മക്കളും ചോദിച്ചേ മക്കളെ, അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഈശോ ആവർത്തിച്ച് ആവർത്തിച്ച് പാപിയായി എന്നോട് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങ, നിങ്ങളെ തന്നെ. ഈശോ ചെയ്തോളും. ഇത് ഈശോയുടേതാ, ഈശോയുടെ ധ്യാനമായി. ഇത് ഈശോ ചെയ്യും. നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിനക്കൊന്നും കുറയ്ക്കാൻ പറ്റില്ല. അവന് എല്ലാം കൂടുതലായിട്ട് തരും ഈശോ. ദൈവമക്കളെ, ഈ ഒരു വലിയ ആഗ്രഹം, ഒന്നാമത്തെ ആഗ്രഹം അതാ, കഴുകപ്പെടുക. തിരുരക്തം കൊണ്ട് കഴുകപ്പെട്ട് പരിശുദ്ധിയിലേക്ക് നടന്നെടുക്കുക. രണ്ടാമത്തെ ആഗ്രഹം അവനോട് ചോദിക്കണം, ഹൃദയത്തിൽ ഗാഢമായി സ്നേഹിക്കാൻ പറ്റാത്ത വിധത്തിൽ വെറുപ്പുള്ള എന്നെ കർത്താവേ, തിരുരക്തം കൊണ്ടൊന്ന് കഴുകി ഗാഢമായി സ്നേഹിക്കാൻ കൃപ തരണേ. ഇന്ന് രണ്ട് കൃപകൾ ഈശോ ഈ ആലയത്തിൽ വർഷിക്കും. അത് അനുതാപത്തിൻ്റെ കൃപയും ക്ഷമയുടെ കൃപയുമാണ്. പരിശുദ്ധന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന വലിയ രണ്ട് സമ്മാനങ്ങളാണ്. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധനായ കർത്താവ് ഇവിടെയുണ്ട്. ഈശോയോട് എല്ലാ മക്കളും വ്യക്തിപരമായിട്ട് ചോദിക്കുക,
ഇത് വ്യക്തിപരമാണ് കേട്ടോ. കുമ്പസാരം വ്യക്തിപരം. ക്ഷമയെന്ന കൃപ അത് വ്യക്തിപരമാ. അതിങ്ങനെ ഓരോ വ്യക്തികൾക്കും കർത്താവ് തരുന്ന, ചോദിക്കുന്നവർക്കേ കിട്ടുകയുള്ളൂ. സൂര്യനെ കർത്താവ് ഭൂമിയിൽ എല്ലാവർക്കും കൊടുക്കും, മഴ എല്ലാവർക്കും കൊടുക്കും. എന്നാൽ നിനക്ക് പരിശുദ്ധി എത്ര വേണോ അത് നീ ചോദിച്ചാൽ നിനക്ക് വ്യക്തിപരമായി തരുന്നതാണ്. ദൈവമക്കളെ, കർത്താവിനോട് പറ, എനിക്ക് ഒത്തിരി കുറവുണ്ട് കർത്താവേ, എന്നെ വിശുദ്ധീകരിക്കണേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ ധ്യാന ദിവസങ്ങൾ ഈശോ ചെയ്യാൻ പോകുന്ന വൻ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കണം. ഇതിൽ 85% ആളുകളും വിശ്വസിച്ചു കഴിഞ്ഞു. ചിലരൊക്കെ ഇത് നടക്കുമോ എന്ന് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈശോ കാണിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഞാൻ പറയുക, വിശ്വസിക്കുക. ഈശോ വലിയ കൃപകൾ ചൊരിയും. പരിശുദ്ധൻ ഇവിടെയുണ്ട്. അവന്റെ പ്രസാദം നമ്മിലേക്ക് ചൊരിയപ്പെടുന്ന ദിവസങ്ങളാണ് നാളെയും നാളെ കഴിഞ്ഞു. കർത്താവിന്റെ തിരുനാൾ ദിവസം നിങ്ങൾ അത്ഭുതങ്ങൾ കാണുന്ന ദിവസമായി മാറണം. വ്യക്തിപരമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുക. കർത്താവേ, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ചോദിച്ചേ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് അനുദപിക്കാൻ തയ്യാറാ കർത്താവേ, എനിക്കിതെല്ലാം തരണം. അനുതാപം തടസ്സം നിർത്തിയിരിക്കുന്ന ഏതെങ്കിലും മേഖലകൾ അതെല്ലാം മക്കൾ ഈശോയ്ക്ക് കൊടുത്തേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് 2 കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. നിനക്ക് കുമ്പസാരിക്കാനുള്ള ആഗ്രഹത്തെ സമർപ്പിച്ച് തടസ്സങ്ങളൊന്നുമില്ലാതെ കുമ്പസാര വേദിയിലേക്ക് ഓടാൻ കൃപ ചോദിച്ച് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഈശോ, എൻ്റെ ഈശോയേ, ഈശോയെ, ഈശോയെ, ഈശോയെ. ചങ്കുവട്ടി വിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച എല്ലാ ജീവിതങ്ങളും ഈശോയെ, ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മഹത്വം, 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 മഹത്വം. ഈശോയെ, 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 ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു.